ഹായ്, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷനാണ്. അതായത് നമ്മൾ നേരത്തെ ഇൻ്റഗ്രേഷൻ പഠിച്ചു. അതായത് ഞാൻ നേരത്തെ ക്ലാസ് എടുത്ത സമയത്ത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻ്റഗ്രേഷൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡെഫിനിറ്റ് ഇൻ്റഗ്രലും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സ് എന്നുള്ള മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ്റഗ്രേഷൻ, അതായത് നമ്മൾ ഒരു സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാൻ, അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടും. അപ്പോൾ 2x എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് ചോദിക്കുന്നതിന് മലയാളത്തിൽ ചോദിക്കാം നമുക്ക്. 2x എന്ന് പറയുന്നത് ആരുടെ ഡെറിവേറ്റീവ് ആണ്? 2x. ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 2x കിട്ടും. അപ്പോൾ 2x ആരുടെ ഡെറിവേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ 2x ആരുടെ ഡെറിവേറ്റീവ് ആണ് എന്ന് ചോദിക്കുന്നതിൻ്റെ മാത്തമാറ്റിക്കൽ സിമ്പിളാണ് ഇൻ്റഗ്രൽ 2x dx എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 2x dx ആരുടെ ഡെറിവേറ്റീവ് ആണ് എന്ന് ചോദിക്കുന്നതിനുള്ള മലയാളത്തിൽ പറയുന്ന കാര്യത്തിന് ഉള്ള മാത്തമാറ്റിക്കൽ രൂപമാണ് ഇൻ്റഗ്രൽ 2x dx എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്ത്, അപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കിട്ടിയ സാധനത്തെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവിനെ എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, f(x) എന്ന് പറയുന്ന ഒരു കർവിനെ എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് f(x) എന്ന് പറയുന്ന ഈ കർവിനെ എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർവിന് താഴെ എക്കും ബിക്കും ഇടയിലുള്ള ഏരിയ കിട്ടും എന്നാണ്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി f(x) dx. അതായത് നമ്മൾ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും, ഇപ്പോൾ ഏതൊരു ഫംഗ്ഷൻ എടുക്കുന്നു, f(x) എന്ന് പറയുന്ന ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അത് നമുക്ക് അതിനൊരു പടം വരയ്ക്കാൻ പറ്റും. ആ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ എക്സും വൈ ആക്സിനകത്താണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക പടം. അപ്പോൾ ആ പടത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഈ പടത്തിൻ്റെ ഈ കർവിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ ഞാൻ ചൂസ് ചെയ്യുന്നു, എ ഇതായിട്ടും ബി ആയിട്ടും. അങ്ങനെയാണെങ്കിൽ എ തൊട്ട് ബി വരെ ഈ കർവിന് താഴെയുള്ള പോർഷൻ്റെ ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുക ഇൻ്റഗ്രൽ എ ടു ബി f(x) dx എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവിന് എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള സ്ഥലത്തെ ഏരിയ അണ്ടർ ദാറ്റ് കർവാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കിട്ടുന്നത്. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ മീൻസ് ഏരിയ അണ്ടർ ദി കർവ് എന്നാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഒരു പർട്ടിക്കുലർ എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാത്തമാറ്റിക്കലി അത് തന്നെ സംഭവം. പക്ഷേ അതിൻ്റെ എന്താണ് ഒരു പ്രാക്ടിക്കൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ എ തൊട്ട് ആ ഫംഗ്ഷൻ്റെ പടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എ തൊട്ട് ബി വരെയുള്ള പോയിന്റുകളിൽ ആ ഫംഗ്ഷന് കീഴെയുള്ള സ്ഥലത്തെ ഏരിയ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്കും ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണ്. നിങ്ങളുടെ എക്കണോമിക്സിൽ പല കാര്യങ്ങളിലും ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം പ്രോബ്ലംസ് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇതാണൊരു ഫോർമുല പോലെ തന്നിട്ടുണ്ട്. ഫോർമുലയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി സാധാരണഗതിയിൽ ഇപ്പം ഇൻ്റഗ്രൽ f(x) dx ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ f(x) കിട്ടി. അതായത് ഇൻ്റഗ്രൽ x dx ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? x²/2 കിട്ടും. അതിന് ഇപ്പോൾ x²/2 കിട്ടും. ഇതിനെയാണ് ക്യാപിറ്റൽ f(x) എന്ന് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 0 to 1 ആണത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ഉത്തരത്തിനകത്ത് 1 കൊടുക്കും, -0 കൊടുക്കും. അത് ഞാനിവിടെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻ്റഗ്രൽ 1 to 3 1 + 2x dx കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രൽ 1 to 3 1 + 2x dx കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രൽ 1 to 3 1 + 2x dx കണ്ടുപിടിക്കുന്നു. നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x. 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x²/2. 2ഉം 2ഉം കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x + x² 1 to 3 എന്ന് കിട്ടി. x + x² 1 to 3 എന്ന് കിട്ടി നമുക്കവിടെ. എന്നിട്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെ എക്സുകളുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. മൈനസ് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ലോവർ ലിമിറ്റ് കൊടുക്കുക. ഈ 3യെ അപ്പർ ലിമിറ്റ് എന്നും 1നെ ലോവർ ലിമിറ്റ് എന്നുമാണ് വിളിക്കുന്നത്. അതായത് മുകളിൽ കിടക്കുന്ന ലിമിറ്റ് അപ്പറും താഴത്ത് വരുന്നത് ലോവർ ലിമിറ്റും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉത്തരം കിട്ടുക. ആ ഉത്തരം കിട്ടുന്നിടത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. മൈനസ് എല്ലായിടത്തും എന്ത് ചെയ്യുക? ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൊടുത്ത് തീർന്നു കഴിയുമ്പോൾ 2 ബ്രാക്കറ്റ് ഇട്ടേക്കണം. മൈനസ് ലോവർ ലിമിറ്റ് എഴുതുന്ന സമയത്തും ബ്രാക്കറ്റ് ഇട്ടേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് ഇടാതെ വെറുതെ എഴുതുകയാണെങ്കിൽ 3 + 3² മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 1 + 1².
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിങ്ങിൽ തെറ്റുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഈ അടുത്ത സ്റ്റെപ്പിൽ ഇത് 9, 12 ഈ -1 ഇവിടെ കൊണ്ട് കൊടുക്കും, +1 എടുക്കും, എന്നിട്ട് ഇത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഉത്തരം 12 എഴുതും. അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ബ്രാക്കറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് ബ്രാക്കറ്റിനകത്താക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ ആൻസർ 10 കിട്ടും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇൻ്റഗ്രൽ x² dx. x² dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും ആൻസർ? x³ 3. അപ്പർ ലിമിറ്റ് 3, ലോവർ ലിമിറ്റ് 0. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 3³ 3 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 0³ 3. 3ൻ്റെ ക്യൂബ് എത്രയാണ് പിള്ളേരെ? 27/3 മൈനസ് 0. ദാറ്റ് മീൻസ് 27/3 വിച്ച് ഈസ് ഈക്വൽ ടു 9. അടുത്തത് ഇൻ്റഗ്രൽ a to b x dx. ഇൻ്റഗ്രൽ a to b x dx. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x²/2. അപ്പർ ലിമിറ്റ് ആരാ? b. ലോവർ ലിമിറ്റ് ആരാ? a. അപ്പർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? b²/2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? x²/2. ആൻസറായി. സിമ്പിൾ അല്ലേ? അടുത്ത കണക്ക് ഇൻ്റഗ്രൽ 0 to √1 + x dx. ഇൻ്റഗ്രൽ 0 to √1 + x dx. ഇതെങ്ങനെ ചെയ്യും ഈ സാധനം? √1 + x dx ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇൻ്റഗ്രേഷൻ? നിങ്ങൾ തുടക്കത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ച സമയത്ത് ഇൻ്റഗ്രൽ ax + b⁴n dxൻ്റെ ഉത്തരം എന്താ? ax + b⁴n+1 ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു 1/a എന്നുള്ള സാധനമല്ലേ നിങ്ങൾ എന്താ പഠിച്ചത്? ഇൻ്റഗ്രൽ ax + b⁴n dx എന്ന് പറയുന്ന സാധനം. ഈ √x+1 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x+1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് ax + b⁴1/2 രൂപത്തിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 1/2 + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3/2 അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? x+1 1x അല്ലേ? 1/1. ദാറ്റ് മീൻസ് 3/2 മുകളിലോട്ട് തിരിഞ്ഞ് വരുമ്പോൾ എന്ത് വരും? 2/3 ഇൻറ്റു x+1 ലിമിറ്റ് 0 to 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 2+1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 0+1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് എക്സ് എവിടെ കിടക്കുന്നു അവിടെയൊക്കെ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇതാ 3/3/2 മൈനസ് 1/3/2. 1 എനി നമ്പർ 1 തന്നെയാണ്. 3/3/2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 3/3/2 3/3/2 വേണം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ എഴുതാം. അതായത് 3/1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 3/1/2 എന്ന് വെച്ചാൽ എന്താ? √3 ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ √3 ഇൻറ്റു √3 എന്ന് വെച്ചാൽ √3 ഇൻറ്റു √3 എന്ത് വരും? √9 ഇൻറ്റു √3. √9 എന്ന് പറഞ്ഞാൽ ആരാ? 3 അല്ലേ? അപ്പോൾ 3√3 എന്നൊക്കെ എഴുതാം. 3/3/2 വേണമെങ്കിൽ 3√3 എന്നൊക്കെ എഴുതാം. ഒന്നും വേണ്ട, ചുമ്മാ മനസ്സിലാക്കി വെക്കുക ഇവിടെ കാര്യങ്ങൾ. ചുമ്മാ ഇതൊക്കെ കാൽക്കുലേഷനാണ്. അടുത്ത് ഇൻ്റഗ്രൽ -1 to 1 dx. -1 to 1 dx എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1 to 1 dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 dx അല്ലേ? 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x. -1 to 1 1 അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് -1. 1 മൈനസ് -1 എന്ത് വരും? 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. അടുത്ത കണക്ക് ഇൻ്റഗ്രൽ 1/1 + x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/1 + x ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതും സെയിം സാധനം തന്നെ. ഇൻ്റഗ്രൽ 1/ax + b. 1/ax + bൻ്റെ ഫോർമുല എന്താ? log ax + b/a. ഇത് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. 1/ax + b dx എന്ന് പറയുമ്പോൾ എന്ത്? log ax + b/a. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? log 1 + x ഡിവൈഡഡ് ബൈ 1 ആണ്. അതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അപ്പർ ലിമിറ്റ് log 1 + 3 മൈനസ് log 1 + 0. log 4 മൈനസ് log 1. log 1ൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. log 4 എന്ന ആൻസർ കിട്ടും. അടുത്തത് sin x. sin xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -cos x ലിമിറ്റ് 0 to π/2. -cos π/2 മൈനസ് cos 0. cos 0യുടെ വില എത്രയാ? cos 0യുടെ വില 1 ആണ്. cos π/2ൻ്റെ വില 0 ആണ്. അപ്പോൾ -0 മൈനസ് -1, അതായത് 0 + 1 = 1 എന്ന് കിട്ടി. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. cos 90 0 ആണ്, cos 0 1 ആണ്, sin 90 1 ആണ്, sin 0 0 ആണ്, tan 0 0 ആണ്, tan π/2 ഇൻഫിനിറ്റി ആണ്. ഈ വിലകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. cos 90 0, cos 0 1, sin π/2 1, sin 0 0, tan 0 0, tan π/2 ഇൻഫിനിറ്റി. ഇത്രയും വിലകളൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ഓക്കെ, അടുത്ത കണക്ക് 1 മൈനസ് എക്സ് ഡി എക്സ്. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x²/2 ലിമിറ്റ് 3 to -2. അതായത് അപ്പർ ലിമിറ്റ് എല്ലായിടത്തും കൊടുക്കുന്നു -2 -2 ദ ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് എല്ലായിടത്തും കൊടുക്കുന്നു 3 - 3² സിംപ്ലിഫിക്കേഷൻ മാത്രം. അത് നോക്കുക നിങ്ങൾ. അടുത്തത് എക്സ് ഇൻറ്റു 1 മൈനസ് x² dx. എക്സ് ഇൻറ്റു 1 മൈനസ് x² dx. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? എക്സ് വെച്ച് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? എക്സ് ഇൻറ്റു 1 മൈനസ് x² dx. എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് x³ എന്ന് കിട്ടി. അപ്പോൾ എക്സ് മൈനസ് x³ x²/2 മൈനസ് x³ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x⁴/4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അടുത്തത് റൂട്ട് ഓഫ് x - 1. റൂട്ട് ഓഫ് x - 1നെ 1/x - 1/2 എന്ന് എഴുതാം. 1/x - ഹോൾ റൈസ് ടു 1/2 എന്ന് വരും. ഇതിനെ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ x - ഹോൾ റൈസ് ടു, അതായത് x⁴9 അതിന് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ x⁻9. 1/x⁸8 മുകളിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ x⁻8. 1/ax + b ഹോൾ റൈസ് ടു 3/2 അതിന് മുകളിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ax + b ഹോൾ റൈസ് ടു -3/2. ഇങ്ങനെ വേണോ നമുക്ക് എഴുതാൻ ഇഷ്ടമുള്ള രീതിയിൽ. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ മുകളിലോട്ടാക്കി കൊണ്ടുവന്ന x - 1/2 ഹോൾ റൈസ് -1/2 എന്ന് കിട്ടും. ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പിലെ ഒരു കണക്ക് ഉണ്ടായിരുന്നു. ax + b ഹോൾ റൈസ് ടു n എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? ax + b ഹോൾ റൈസ് ടു n + 1/n + 1 × 1/a. അതേപോലെ തന്നെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇൻറ്റഗ്രേഷൻ കൊടുത്തതിന് ശേഷം സമാധാനത്തിൽ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോഴേക്കും ഇതാണ് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ആക്സിസ് ആൻഡ് ദ ഗിവൺ കോർഡിനേറ്റ് y = √x, x = 1, x = 16. അപ്പോൾ ഏരിയ ഈ കർവിൻ്റെ 1 തൊട്ട് 16 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം എന്താണ്? ഇൻ്റഗ്രൽ 1 to 16 √x dx എന്ന് പറയുന്നതിന് പകരമുള്ള സെൻറ്റൻസിൽ പറയുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ആക്സിസ് ആൻഡ് ദ ഗിവൺ കോർഡിനേറ്റ്. ഈ തന്നിരിക്കുന്ന ഗിവൺ കോർഡിനേറ്റിൻ്റെ ഇടയിലുള്ള കോർഡിനേറ്റും എക്സ് ആക്സിനും ഇടയിൽ ഈ കർവിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 തൊട്ട് 16 വരെ √x dx കണ്ടുപിടിക്കുക. ഓക്കെ, √x എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻1/2. 1/2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁻3/2/3/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 16⁻3/2 - 1⁻3/2. 16⁻3/2നെ നമുക്ക് 16⁻1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a⁻m നമുക്ക് എങ്ങനെ എഴുതാം? a⁻m ഹോൾ റൈസ് ടു n എന്ന് എഴുതിക്കൂടെ? അതേ രൂപത്തിൽ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ആലോചിക്കും, എമ്മും എന്നും ഇല്ലല്ലോ സാറേ, ഇവിടെ 3/2 അല്ലയോ ഉള്ളതെന്ന്. എനിക്ക് 1/2 × 3 എന്ന് എഴുതിക്കൂടെ ഇതിനെ? അപ്പോൾ എം എന്നും ആയില്ലേ? ഇത് എം, ഇത് n. അപ്പോൾ a⁻1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതി. അപ്പോൾ 16⁻1/2 ഹോൾ ക്യൂബ്. അപ്പോൾ എന്ത് കിട്ടി? അവിടെ 64 - 1 63 വെട്ടി ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ 42. ഓക്കെ, ഇനി എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? പിന്നെ ഇതും വരുന്നു. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. x × e⁻x 0 to 1 dx കിടക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സാധാരണ ഒരു ഇൻറ്റഗ്രേഷൻ, ഇച്ചിരി പാടുള്ളൊരു ഇൻറ്റഗ്രേഷൻ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ലിമിറ്റ് അങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് സാധാരണ പോലെ അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. x⁻x ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് എഴുതി കൊണ്ടുവന്ന് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? x⁻x - e⁻x എന്ന് കിട്ടി. അപ്പോൾ x⁻x - e⁻x എന്ന് കിട്ടി. ഇനി വേണം ലിമിറ്റ് അപ്ലൈ 0 to 1 x⁻x dx. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? x⁻ - e⁻x. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. അതായത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സോ ഏതോ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻറ്റഗ്രേഷൻ ഫുൾ അങ്ങ് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. പല ഇവിടെ ഈ നമ്മളല്ലാതെ ഈ കേസിലാണെങ്കിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് 0 to 1 എന്ന് എഴുതിക്കൊണ്ടിരിക്കണം. അത്രയും പാടൊന്നുമില്ല. ഇത് മൊത്തം ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതാണ് ഞാനിവിടെ എഴുതിയ. ലിമിറ്റ് ഇല്ലാതെ വെറുതെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ആൻസർ ക്യാപിറ്റൽ f(x) എന്നാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ f(x) എന്ന് പറഞ്ഞാൽ f(b) - f(a) എന്നാണ് വരുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈ ഇൻറ്റഗ്രേഷൻ ചെയ്ത് വരുന്ന ഉത്തരത്തിന് അത് കൊടുക്കുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ, അത് പോട്ടെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും ഒരുപാട് ബേജറാവണ്ട. അപ്പോൾ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് കിട്ടിയ ആൻസറിനകത്ത് എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. x⁻x - e⁻x. അപ്പർ ലിമിറ്റ് ആരാ? 1 × e⁻1 മൈനസ് ഇ മൈനസ് 0 0 × e⁻0 മൈനസ് e⁻0. e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇ മൈനസ് ഇയും കൂടെ രണ്ടും കൂടെ വെട്ടിപ്പോയി. e⁻0 × 0 എന്ന് പറയുമ്പോൾ അത് 0 ആയി. e⁻0 1. അപ്പോൾ മൈനസും ഈ അകത്ത് നിൽക്കുന്ന മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 എന്ന ആൻസർ കിട്ടും. പിന്നെ കുറച്ചധികം ഹോംവർക്കുകളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക. എന്നിട്ട് എനിക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.